ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടുത്തെ ടൈമർ വെക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ടൈമർ വെക്കുന്നത് കണക്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ടൈമർ വെച്ചിരിക്കുന്നത് ഈ പാനൽ റൂം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കാണുന്ന രണ്ട് എക്സോസ് ഫാൻ ഉണ്ടല്ലോ, ഒന്ന് ഔട്ടും ഒന്ന് ഇന്നും ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് രണ്ട് എക്സോസ് ഫാനാണ് വെച്ചത്. കാരണം സീലിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഭാഗത്തുള്ളൂ നല്ല ഹീറ്റ് ഉണ്ട്, ചൂടുണ്ട്. കാരണം പുറത്ത് റോഡായതുകൊണ്ട് നമുക്ക് ഹോൾ അടിച്ചിട്ട് അങ്ങോട്ട് ഇടാൻ പറ്റില്ല, എയറോളും വെൻ്റൊന്നും ഇടാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ചെയ്ത സൈറ്റിൽ നമുക്ക് ഹോൾ അടിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടുന്ന് കാറ്റ് ഇങ്ങോട്ട് അവിടുത്തെ ചൂട് ഹെയർ സക്ക് ചെയ്യും, ഇവിടുന്ന് നല്ല കൂളിംഗ് എയർ നേരെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ രണ്ട് എക്സോസ് ഫാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പലരും ചോദിക്കും, അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഓൺ ആക്കി ഇടണ്ടേ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ ഓൺ ആക്കി ഇടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ടൈമർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു DB വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ DB എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ റൂമത്തെ കണക്ഷനും ലൈറ്റ് പ്ലഗ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു DB വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ DB വരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കൺസ്യൂമർ ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു RCB എടുത്തിട്ടാണ് ഇതിൽ വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാണ് ടൈമർ വരുന്നത്. ടൈമർ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണി തൊട്ടിട്ട് രാത്രി 8:15 വരെ, അല്ല സോറി 8:15 വരെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അതുവരെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം ഓരോ 15 മിനിറ്റ് ഓഫും ഓണോ അങ്ങനെ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമുക്ക് അരമണിക്കൂർ വേണമെങ്കിൽ അരമണിക്കൂർ ആക്കാം, എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതേ, ഇത് ഒരു 100 വാട്ട്സ് വരെ നമുക്ക് കോൺടാക്ടർ ഇല്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഏവറേജ് ഒരു 18 വാട്ട്സ്, അതായത് 36 വാട്ട്സാണ് ടോട്ടൽ എടുക്കുക. ഒരു 100 വാട്ട്സ് വരെ നമുക്ക് കോൺടാക്ടർ ഇല്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റും. 100 വാട്ട്സിന് മേലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കോൺടാക്ടർ വഴി ത്രൂ കൊടുക്കണം. അങ്ങനെ കൊടുക്കരുത്. മോട്ടറാണെങ്കിലും ഇപ്പോൾ വലിയ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ത്രൂ ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, കോൺടാക്ടർ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. അത് ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ നേരെ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ടൈമറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിജിറ്റലാണോ, സിമ്പിളാണ്. ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഇത് കണ്ടോ, ഓരോ 15 മിനിറ്റ് 8 മണിക്ക് ഓണായി, 8:15 ഓഫായി, അതേപോലെ 8:30 ഓണായി, പിന്നെ 15 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ടാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഓണായിട്ട് ഓഫാക്കിയിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ. അത് ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് സെറ്റ് ചെയ്ത് കുറച്ച് പണിയുണ്ട്. നിങ്ങൾക്ക് ആഴ്ചയിൽ വേണമെങ്കിൽ ആഴ്ചയിലാക്കാം, അങ്ങനെ ദിവസങ്ങളിലാക്കാം. നമുക്ക് ഡെയിലി വേണമെന്നുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഇതിൽ എല്ലാ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ആരെങ്കിലും മാറി കഴിഞ്ഞാൽ ലോക്ക് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ PR-ഉം ഈ കാണുന്ന രണ്ടും പാടെ വന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആവും. കണ്ടോ, ഇനിയിപ്പോൾ അൺലോക്ക് ആവും. ഇതൊന്നും പിടിച്ച് കഴിഞ്ഞാൽ വരില്ല. ഇത് തിരിച്ച് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് രണ്ടെണ്ണം കൂടി അമർത്തി കഴിഞ്ഞാൽ അത് അൺലോക്ക് റിലീസ് ആവും. അപ്പോൾ പിന്നെ ടൈമിംഗ് മാറ്റം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടി ഞാൻ വിവരിക്കാം. അതായത് MCB നേരെ വന്നിട്ട് ലൈനിൽ കൊടുക്കും. ഇവിടെ ലൈൻ എല്ലാം എഴുതിയുണ്ടോ, അത് ലൈനാണ്. അതിൽ നിന്നൊരു വയർ എടുത്തിട്ട്, ഈ ലൈനിൽ നിന്നൊരു വയർ എടുത്തിട്ട് നേരെ 15 കൊടുക്കുക. ഈ ബ്ലൂ കളറിലുള്ള വയർ 15 കൊടുക്കുക. ഈ 18 ലീഡ്. ഇതാണ് നമ്മളെ ലൈറ്റിലേക്കോ എന്തിലേക്കോ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് 18 കേട്ടോ. പിന്നെ അതേപോലെ ന്യൂട്രൽ നേരെ എടുത്തിട്ട് ന്യൂട്രൽ ബാറിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന ന്യൂട്രൽ കിട്ടുന്നോ അത് അതിലേക്ക് കൊടുക്കുക. കോൺടാക്ടർ ആണെങ്കിൽ അതും ഇതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് കോൺടാക്ടർ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം.